നമസ്കാരം. കൂത്താട്ടുകുളം മിഷനിലേക്ക് സ്വാഗതം. കൂത്താട്ടുകുളം നഗരസഭയുടെ നേതൃത്വത്തിൽ കൂത്താട്ടുകുളത്തെ മാധ്യമ പ്രവർത്തകരെ ആദരിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ കലാരാജു, വൈസ് ചെയർമാൻ PG സുനിൽകുമാർ, പ്രിൻസിപ്പൽ ജോൺ, ബോബൻ വർഗീസ്, സിബി കൊട്ടാരം, TC ഭാസ്കരൻ, CA തങ്കച്ചൻ, ജിജോ T ബേബി, ലിസി ജോസ്, റോയി ഇരിട്ടയാനി, സാറ TS, മരിയ ഗൊറോത്തി, നഗരസഭാ സെക്രട്ടറി ഷീബ S തുടങ്ങിയവർ പങ്കെടുത്തു. എനിക്കറിയാം, പേരെടുത്ത ആക്ഷേപം കേട്ടിട്ടുള്ള നമ്മുടെ വിൽസൺ ചേട്ടൻ ഉൾപ്പെടെയുള്ള മാധ്യമപ്രവർത്തകരെ പേരെടുത്ത് ആക്ഷേപിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. നമുക്കറിയാം, നമ്മൾ അന്ന് നടന്ന സംഭവത്തിൻ്റെ സത്യം എന്തെങ്കിലും ഉള്ളിലുള്ള അന്തസത്ത എന്തെങ്കിലും ആയിക്കോട്ടെ, എങ്കിൽ പോലും അതിൻ്റെ എന്താണ് അവിടെ സംഭവിച്ചതെന്നതിനെ കുറിച്ച് ചിന്തിച്ച് അതിന് വന്ന ആ ഒരു അപമാനത്തെ മറ്റുള്ള ഒരു തെറ്റിൻ്റെ ഒപ്പം നിൽക്കാതെ സത്യം എന്താണെന്ന് ജനത്തെ ബോധ്യപ്പെടുത്തി കൊടുക്കാനായിട്ട് അന്ന് മാധ്യമ സുഹൃത്തുക്കൾക്ക് കഴിഞ്ഞു എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അതിൽ നിന്നും ആണ് ഒരു പ്രചോദനം. സത്യം തന്നെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ തുറന്നു പറയുകയാണ്. ഒരിക്കലും നമുക്കത് മറക്കാൻ പറ്റില്ല. ഈ മാധ്യമ സുഹൃത്തുക്കൾ നമ്മളോട് കാണിച്ച ആ സ്നേഹവും. ചെയർപേഴ്സൺ എന്ന നിലയിൽ കലാരാജുവിനും വൈസ് ഡെപ്യൂട്ടി ചെയർമാൻ എന്ന നിലയിൽ എനിക്കും ഏറ്റവുമേറെ കടപ്പാടുള്ള, ഈ സമയത്ത് ഏറ്റവും കൂടുതൽ കടപ്പാടുള്ള കുറച്ച് ആളുകളാണ് കൂത്താട്ടുകുളത്തെ മാധ്യമപ്രവർത്തകർ നിങ്ങളെല്ലാവരും. പ്രത്യേകിച്ച് കൂത്താട്ടുകുളം നഗരസഭയെ സംബന്ധിച്ച് വളരെ നിർണായകമായ ഒരു മാറ്റം വന്ന സമയത്ത് എന്താണ് ശരി എന്താണ് തെറ്റെന്ന് ഞങ്ങളോട് പറഞ്ഞു തരികയും ഞങ്ങൾ ചെയ്യേണ്ടതിൻ്റെ ശരി തെറ്റുകളെക്കുറിച്ച് ജനങ്ങളോട് പറയുകയും ചെയ്യുന്ന ആ ചുമതല ജനങ്ങളും ഭരണസമിതിയും അല്ലെങ്കിൽ പുതിയതായി ചുമതലയേറ്റ ഭരണ നേതൃത്വവും തമ്മിലുള്ള പാലമായി പ്രവർത്തിച്ചത് കൂത്താട്ടുകുളത്തെ മാധ്യമപ്രവർത്തകരാണെന്ന് പറയുന്നതിൽ ഏറെ സന്തോഷവും അഭിമാനവും. ഒരു ഭരണസമിതിയുടെ പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു പാലം എന്ന് പറയുന്നത് മാധ്യമ പ്രവർത്തകരാണ്. ആ ഭരണസമിതിയെ സംബന്ധിച്ചിട്ടുള്ള ജനവികാരം എന്താണ് എന്ന് പ്രതിഫലിപ്പിക്കുന്നതും നിങ്ങൾ ആയതുകൊണ്ട് ആ ഭരണത്തെ യഥാസമയം കൃത്യമായി വിലയിരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ ഞങ്ങൾക്ക് കഴിയും എന്നുള്ളത് നിങ്ങളുടെ ലേഖനങ്ങളിലൂടെ അല്ലെങ്കിൽ വിമർശനങ്ങളിലൂടെ തിരുത്താൻ ഞങ്ങൾക്കൊരവസരം ലഭിക്കുന്നു കൂടിയാണ്. ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ തൂണുകളിൽ ഒന്നാണ് മാധ്യമപ്രവർത്തനം. കാര്യം പറഞ്ഞ് ശ്രീ വിൽസൺ ചേട്ടൻ പറഞ്ഞ ഉടനെ ഒരുപക്ഷെ കൂത്താട്ടുകുളം നഗരസഭയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കാം കൂത്താട്ടുകുളത്തെ മാധ്യമപ്രവർത്തകരെ ഇങ്ങനെ ആദരിക്കുന്നത്. കാരണം ഈ നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ഈ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ നഗരസഭയ്ക്ക് എതിരെ ആണെന്ന ഒരു ധാരണ ഒരിക്കലും ഉണ്ടാവരുത്. എന്ത് വാർത്ത കൊടുത്താലും, ഏതൊരു വാർത്ത കൊടുത്താലും അതൊരിക്കലും എതിരെയല്ല, ഞങ്ങൾക്കെതിരെയല്ല ആ വാർത്ത വരുന്നത് എന്നൊരു ധാരണ എല്ലാവർക്കും വേണം. ഇത് നമ്മൾ ഒരു ഭരണസമിതി ഭരിക്കുമ്പോൾ ആ ഭരണസമിതി അവിടെ നടക്കുന്ന എന്തെങ്കിലും ഒരു സംഭവത്തെക്കുറിച്ച് വാർത്ത കൊടുക്കുമ്പോൾ അവർ കണക്കാക്കുന്നത് അത് എതിരാണ്, ആ ഭരണസമിതിക്ക് എതിരെയാണ് അവർ എഴുതുന്നത് എന്നുള്ള രൂപത്തിലാണ്. 2 അവിശ്വാസ പ്രമേയം ഇവിടെ നേരിട്ടു. ജനുവരി 18-ാം തീയതി അവിശ്വാസ പ്രമേയം ഞങ്ങൾ കണ്ട, ഞങ്ങളുടെ കണ്ണിൽ കൂടി കണ്ട, ഞങ്ങളെല്ലാം വ്യക്തിപരമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരാണ്. പക്ഷേ അത് വേദിയിൽ ഞങ്ങൾ രാഷ്ട്രീയം പ്രവർത്തിക്കും. പക്ഷേ ഞങ്ങളാരും ഞങ്ങളുടെ തൊഴിലിൽ, അതായത് മാധ്യമരംഗത്ത് ഞങ്ങൾ പണിയെടുക്കുമ്പോൾ അത് സത്യസന്ധമായി വാർത്ത കൊടുക്കണമെന്നൊക്കെ ഇരിക്കുന്ന ഭൂരിഭാഗം ആളുകൾ അതിന് അനുകൂലിച്ച് അവരവരുടേതായ രീതിയിൽ
അവർ വാർത്ത എഴുതുന്നത്. പക്ഷെ അത് ചോദിച്ച് മനസ്സിലാക്കി ചിലരോട് നമ്മൾ വിശദീകരണം ചോദിക്കും, പക്ഷെ അവർ ഫോണടിക്കുകയില്ല, സംസാരിക്കില്ല. അപ്പോൾ ഒറ്റപ്പെട്ട വാർത്തകൾ എനിക്ക് പോരാണ്. ഭരണമേറ്റ ഒരു ഭരണസമിതിയുടെ അവസാന കാലഘട്ടം ഇപ്പോൾ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു എങ്കിലും ഡിസംബർ 21 വരെ കാലാവധിയുണ്ട്. എന്തായാലും 2 ഘട്ടമായിട്ട് ഇലക്ഷൻ നടക്കുന്നു എന്ന പ്രഖ്യാപനവും ഇലക്ഷൻ കമ്മീഷൻ്റെ പ്രഖ്യാപനവും വന്നു കഴിഞ്ഞ വേളയിലാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു മീറ്റിംഗ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഭരണസമിതിക്ക് ഒരുപാട് കാര്യങ്ങൾ മാധ്യമപ്രവർത്തകരായ നിങ്ങളോട് പങ്കുവയ്ക്കാൻ കാണും. അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. എന്തായാലും ഒരു നഗരസഭയെ സംബന്ധിച്ച് ഉദ്യോഗസ്ഥരും ഭരണസമിതി എന്ന് പറയുന്നത് ഒരു നാണയത്തിൻ്റെ 2 തട്ടുകളാണ്. പഞ്ചായത്തിൻ്റെയും കൂത്താണ്ടം നഗരസഭയുടെയും ചരിത്രത്തിൽ ഒരുപക്ഷെ എനിക്കറിയാവുള്ളൂ ഇങ്ങനെയൊരു മാധ്യമപ്രവർത്തകരെ ആദരിക്കുന്ന അവർക്കൊരു അംഗീകാരം കൊടുക്കുന്ന ഒരു ചടങ്ങ് ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. ഇല്ലെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അത്തരത്തിലൊരു ശ്രമത്തിന് വേണ്ടി ആദരിക്കുന്നതിനും അവരെ മനസ്സിലാക്കുന്നതിനും അവരെ അംഗീകരിക്കുന്നതിനുമുള്ള ശ്രമം നടത്തിയ നിങ്ങൾ ഓരോരുത്തരെയും നന്ദി അറിയിക്കുകയാണ്. നിങ്ങളൊരു ഡയബറ്റിക് പേഷ്യന്റ് ആണോ എങ്കിൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. ഈ ഒരു ചായ നമ്മൾ സ്ഥിരം ഉപയോഗിച്ചാൽ ഷുഗർ ലെവൽ കൂടുകയില്ല, മറിച്ച് ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി പവറും ഉന്മേഷവും കൂടുകയുള്ളൂ കേട്ടോ. നമുക്ക് ചായ ഒന്ന് കുടിച്ച് നോക്കാം. സൂപ്പർ. ഇനി നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങണമെങ്കിൽ നമ്മുടെ കൂത്താട്ടുകുളം കുഴൽനാട്ട് മാർജിൻ ഫ്രീ മാർക്കറ്റിലും അതുപോലെ തന്നെ കുഴൽനാട്ട് സ്റ്റോറിലും അവൈലബിൾ ആണ്. പ്രമുഖ ബ്രാൻഡായ വിക്കോയാട്ടോ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്കായി വിപണിയിൽ എത്തിച്ചിരിക്കുന്നത്. ഈ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിനും കൂടുതൽ വിവരങ്ങൾക്കുമായി താഴെ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി.